വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 33-34 തിരുവചനങ്ങൾ. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, 2-3 പ്രധാന പ്രമേയങ്ങൾ ഈ തിരുവചന ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്നു. ഒന്ന്, അവൻ്റെ മാതാവും അത്ഭുതപ്പെട്ടു എന്ന് പറയുമ്പോൾ അനേകർ ഈ വാക്കുകൾ എടുത്തുകൊണ്ട് ഈശോ ജോസഫിൻ്റെ മകനായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ജോസഫിനും മേരിക്കും ശാരീരിക ക്രമപ്രകാരം ഉണ്ടായ മകനാണ് എന്ന അർത്ഥത്തിലല്ല അവൻ്റെ പിതാവ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ബൈ അഡോപ്ഷൻ അല്ലെങ്കിൽ ദത്തെടുക്കൽ വഴി പിതാവായി തീരുന്ന അവസ്ഥയുണ്ട്. ഇത് വിവാഹമെന്ന ബന്ധത്തിൽ മറിയവും ജോസഫും ഒരുമിച്ചായിരിക്കുന്നതിനാൽ മേരിയുടെ മകനായ ഈശോ ഇവിടെ പിതാവായിട്ട് ജോസഫിനെ കാണിക്കുന്നു. നമുക്കെല്ലാം അറിയുന്നത് പോലെ വളർത്തു പിതാവ് എന്നതാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. 2, ഈ മകനെപ്പറ്റി ശിമയോൻ്റെ കയ്യിലിരിക്കുന്ന ശിശുവിനെ പറ്റി ശിമയോൻ മറിയത്തോട് പറയുന്നു. കാരണം അവൻ മറിയത്തിൻ്റെ മകനാണ്, മറിയം ദൈവമാതാവാണ്. മറിയത്തോടാണ് പറയുന്നത്, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. അനേകർ വീഴുവാൻ ഇവൻ കാരണമാണ്, അനേകർ ഉയരുവാൻ ഇവൻ കാരണമാണ്, അനേകരുടെ ഉയർപ്പിന് ഇവൻ കാരണമായി തീരുന്നു. ഇവിടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, വീഴ്ചയ്ക്ക് കാരണമാകും എന്ന് പറയുന്നുവെങ്കിൽ നിൽക്കാത്ത ഒരാൾക്ക് വീഴാൻ സാധിക്കില്ല. നിൽക്കുന്ന ഒരുവനാണ് വീഴാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ നിൽക്കുന്നത് ഇസ്രായേലാണ്. അവർക്കാണ് നിയമം ലഭിച്ചത്, അവർക്കാണ് യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുവാനുള്ള അറിവ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ പറ്റിയുള്ള അറിവിലും ദൈവ ആരാധനയിലും നിയമത്തിലും പ്രവാചക വചനങ്ങളിലുമെല്ലാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ ഇസ്രായേലാണ്. അനേകർ വീഴാൻ പോകുന്നു, അല്ലെങ്കിൽ അനേകർ വീണ് കിടക്കുന്ന അനേകർ ഉയർപ്പിക്കപ്പെടാൻ പോകുന്നു. വീണ് കിടക്കുന്നവർ പൊതുവെ വിജാതീയരാണ്. അവർക്കാണ് ദൈവത്തെപ്പറ്റി അറിവ് കിട്ടാത്തവർ. അറിവിൻ്റെ കാര്യത്തിൽ വീണുപോയവരായ, ദൈവത്തെപ്പറ്റി അറിവില്ലാത്തവരായ അവരുടെ ഉയർച്ചയ്ക്ക് കാരണമാകും. അത് ഒരു പോയിൻ്റാണ്. ഇനി ഇസ്രായേലിൻ്റെ വീഴ്ച എന്നാൽ ആത്മീയ തലത്തിൽ മാത്രമല്ല, ഭൗതിക തലത്തിലും സംഭവിക്കും. ഇസ്രായേലിൻ്റെ സർവനാശം AD 70 സംഭവിക്കാനിരിക്കുന്ന ഇസ്രായേലിൻ്റെ സർവനാശം, റോമൻ അധിനിവേശം, റോമാക്കാർ അവരുടെ ദൈവാലയവും അവരുടെ ദേശവും നഗരവുമെല്ലാം നശിപ്പിച്ച് നാട് കടത്തിക്കളയുന്ന ആ കാര്യത്തിലേക്ക് ഒരു സൂചന അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അവനെ വിശ്വസിക്കാതെ തിരസ്കരിക്കുന്നത് വഴി ആത്മീയമായിട്ട് അവർ വീണു പോകുന്ന ഒരു കാരണത്തെപ്പറ്റിയും അവിടെ പറയുന്നു. അനേകർ എങ്ങനെയാണ് അവനിൽ ഉയർച്ചയ്ക്ക് കാരണമായി തീരുന്നത്? റോമാലേഖനത്തിൽ 2 തിമോത്തിയോസ് 2:11 പറഞ്ഞിരിക്കുന്നത്, അവനോടുകൂടെ മരിക്കുന്നുവെങ്കിൽ അവനോടുകൂടെ ഉയർക്കും. അവൻ്റെ മരണത്തിൽ പങ്കുചേരുന്നവർ, അവൻ്റെ മരണത്തിൽ പങ്കുചേരുന്ന ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവർ അവൻ്റെ ഉയർപ്പിൽ പങ്കാളികളായിത്തീരും. എന്നാൽ അനേകർക്ക് വീഴ്ചയ്ക്ക് കാരണമായി തീരുമെന്ന് പറയുമ്പോൾ പൗലോസ്ലീഹ റോമ 9:33 യെശയ്യാ പ്രവചനത്തെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നു, ഇതാ തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയും സിയോനിൽ ഞാൻ സ്ഥാപിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവനിൽ വിശ്വസിക്കാതെ അവനെ തിരസ്കരിച്ച് കളയുന്ന അനേകർക്ക് അവൻ വീഴ്ചയ്ക്ക് കാരണമാണ്, അവരുടെ ശിക്ഷാവിധിക്ക് കാരണമായി തീരും. 2, അവനിൽ വിശ്വസിക്കുക വഴി അവനെ സ്വീകരിക്കുന്ന അനേകർക്ക് അവർ ഇസ്രായേൽക്കാരെന്നോ വിജാതിയരെന്നോ വ്യത്യാസം കൂടാതെ രക്ഷയ്ക്ക് കാരണമായി തീരും. ഇവിടെ വിധികർത്താവായ ദൈവമാണ് ഈ ശിശുവെന്ന് പറയാതെ പറയുകയാണ് ശിമയോൻ. അനേകര് ഇവനാൽ വിധിക്കപ്പെടും, ഇടത്തും വലത്തുമായിട്ട് മാറ്റി നിർത്തപ്പെടും. നിത്യസൗഭാഗ്യത്തിലേക്കും നിത്യശിക്ഷയിലേക്കും മനുഷ്യ മക്കളെ പറഞ്ഞുവിടാനിരിക്കുന്ന വിധികർത്താവായ ദൈവമാണ് ഈ ശിശു എന്ന്
ശിമയോൻ അവനെ കൈകളിൽ വഹിച്ചുകൊണ്ട് പറയുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു.